Good morning, all. Luigi, നാളെ ഇല്ലല്ലോ. ഇംഗ്ലീഷ് ആണെന്ന് വിചാരിച്ച ആരും ഇന്ന്. ടെസ്റ്റ് എത്ര ആളുണ്ടായുള്ളോ? അല്ല, ലെഫ്റ്റ് ചെയ്തു പോയോ എല്ലാവരും? ഇംഗ്ലീഷ് ആണെന്ന് വിചാരിച്ചിട്ടാണോ പോയത്? കുറച്ചുകൂടി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. നമ്മള് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ, ഡിമൊബിലൈസേഷൻ ഫേസ് വരെയല്ലേ മിസ് എടുത്തത് അല്ലേ? അത് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, സ്റ്റാർട്ട് ചെയ്യാലോ? കേട്ടോ, പേജ് നമ്പർ 66. ഓക്കെ, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇഷ്യൂസ് ഇൻഫർമേഷൻസ് ആൻഡ് മെസ്സേജസ് ടു മീഡിയ. എന്താണ്? നമ്മുടെ മാധ്യമങ്ങൾക്ക് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ന്യൂസ് കവറേജിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വരും? മീഡിയാസ് വരും അല്ലെ? എത്ര പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്, എത്ര പേര് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അല്ലെ? അപ്പൊ ആ ഒരു ന്യൂസ് എന്താണ്, മാധ്യമങ്ങൾക്ക് വിവരങ്ങളും സന്ദേശങ്ങളും നൽകുന്നത് ആരാണ്? നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ആക്ട് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. നമ്മുടെ പേഷ്യന്റ് റിലേറ്റീവ്സിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഇടയിൽ തമ്മിലുള്ള ഒരു മധ്യസ്ഥനായിട്ട് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കും. നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചുള്ള അവരുടെ കെയർസിനെ കുറിച്ചോ അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താണ് മീഡിയേറ്റർ ആയിട്ട്, മധ്യസ്ഥരായിട്ട് പേഷ്യന്റ് എന്താണ് അഡ്മിനിസ്ട്രേഷന്റെയും പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഇടയിൽ മധ്യസ്ഥനായിട്ട് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് സെൻട്രലൈസേഷൻ ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ് അല്ലെ? നമ്മുടെ കാഷ്വാലിറ്റീസിനെ കുറിച്ച് മൊത്തത്തില് സെൻട്രലൈസ് എല്ലായിടത്തേക്കും ഇൻഫർമേഷൻസ്, വിവരങ്ങൾ കൈമാറുന്ന ഒരു സോഴ്സ് ആയിട്ടും ഒരു കേന്ദ്രമായിട്ടും നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. ഹോസ്പിറ്റലിന്റെ അകത്തേക്കും ഹോസ്പിറ്റലിന്റെ പുറത്തേക്കും വിവരങ്ങൾ കൈമാറുന്ന, ഹോസ്പിറ്റലിന്റെ അകത്തേക്കാണെങ്കിൽ തന്നെ നമുക്കറിയാം അല്ലെ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളില്ലേ? കാഷ്വാലിറ്റി മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ എല്ലാ സ്ഥലങ്ങളിലേക്കും വിവരങ്ങൾ കൈമാറുന്ന, എന്താണ്, കാഷ്വാലിറ്റീസിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ കൈമാറുന്ന ഒരു സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾ സോൾ ഫോട്ടോഗ്രാഫ്സ്. എന്താണ്? നമ്മുടെ മീഡിയാസ് വരുമ്പോൾ നമുക്കറിയാം അല്ലെ, അവർ ഒരുപാട് ഫോട്ടോഗ്രാഫ്സുകളൊക്കെ എടുക്കുന്നുണ്ട് അല്ലെ? ആ ഒരു അവസ്ഥ പുറമേയുള്ള ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ന്യൂസ് കവറേജിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ ആ ഒരു ഫോട്ടോഗ്രാഫ്സുകൾക്ക് നിയന്ത്രണം നൽകുന്നത് ഏതൊക്കെ സെക്ഷനിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കണം, അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പയേഴ്സ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് കാഷ്വാലിറ്റീസ് ലിസ്റ്റ്. നമുക്കറിയാം കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ചിലപ്പോ ഇപ്പൊ ഇന്ന് 100 പേരെ കൊണ്ടുവന്നതില്ല, ചിലപ്പോ 20 പേര് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കാം. അതില് ഒരു 50 പേര് മൈനർ ആയിട്ടുള്ള അസുഖങ്ങളായിരിക്കാം. ഈ 20 പേരില് നാളെ ആവുമ്പോഴേക്കും എന്തായിരിക്കും? ആ 20 ചിലപ്പോ എന്താണ് 10 പേരായി ചുരുങ്ങാം അല്ലേ? ആണോ? അല്ലെ, 10 പേരായി ചുരുങ്ങാം. ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒക്കെ മാറി. അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് 5 പേർക്കായിരിക്കാം മരണം സംഭവിച്ചത്. ചിലപ്പോ പിറ്റേ ദിവസം ആവുമ്പോൾ എന്തുവരും? ചിലപ്പോ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ 6, 5, ചിലപ്പോ 7 ആവാൻ സാധ്യതയുണ്ട് അല്ലേ? ആണോ? അല്ലേ?
അപ്പൊ ആ ഒരു കാഷ്വാലിറ്റി ലിസ്റ്റുകള് പ്രിപ്പയർ ചെയ്യുന്നതും അത് മീഡിയാസിന് പുറത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് in the emergency department personnel remain in their area defer all daily activities. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള്, കാഷ്വാലിറ്റിയിലെ പ്രവർത്തനങ്ങള് സാധാരണ ദിവസങ്ങളിലെ പോലെ ആയിരിക്കുമോ? ആ ഒരു ഡിസാസ്റ്ററിന്റെ പറ്റി ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് ഡിഫർ ഓൾ ഡെയിലി ആക്ട് അല്ല അല്ലെ? അവർക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും അല്ലെ? ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും, ഒരുപാട് പേർക്കുള്ള ട്രീറ്റ്മെന്റുകൾ, പരിചരണങ്ങളൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ എന്താണ്, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങൾ അന്നത്തെ ദിവസം? ആണോ? അല്ലേ? ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്? Be prepared to receive and help disaster casualties need urgent life-saving measures. അല്ലെ? എന്താണ്? ദുരന്ത ബാധിതരെ, ഈ ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുള്ള അതിന് വിക്റ്റിമായിട്ടുള്ള ആളുകളെ സ്വീകരിക്കാനും സഹായിക്കാനും തയ്യാറാകുകയും കൂടാതെ എന്താണ്, അടിയന്തര രക്ഷാ നടപടികള് അവർ കൊണ്ടുവരുന്ന ആളുകൾക്ക് നൽകുകയും ചെയ്യുക. എന്താണ്? ദുരന്ത ബാധിതരെ സ്വീകരിക്കുകയും അവരെ സഹായിക്കാനും തയ്യാറാകുക അല്ലെ? അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള്, അവർക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, കൂടാതെ അടിയന്തര രക്ഷാ നടപടികള് സ്വീകരിക്കുകയും ചെയ്യുക, നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് see the extra nurses are assigned from the floors. എന്താണ്, നമുക്കപ്പോ അവിടെയുള്ള സ്റ്റാഫുകൾ മാത്രം മതിയാവോ? ആ കാഷ്വാലിറ്റിയിലുള്ള 5ഓ 10ഓ സ്റ്റാഫുകൾ മതിയാവോ? നമുക്ക് പോരാ അല്ലെ? ആ നഴ്സുമാര് മതിയാവോ? പോരാ. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? മറ്റു ഫ്ലോറുകളിൽ നിന്ന് അല്ലെ കൂടുതലായി വരുന്ന എക്സ്ട്രാ നഴ്സുമാർ എന്ത് ചെയ്യാ? ഈ ഒരു കാഷ്വാലിറ്റി സെക്ഷനിലേക്ക് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് are accountable that crash cards are bought and kept in readiness in the triage areas. അല്ലെ? നമ്മുടെ ട്രയേജ് ഏരിയയില് ക്രാഷ് കാർട്ടുകൾ വാങ്ങുകയും അത് സജ്ജമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ക്രാഷ് കാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് എക്യുപ്മെന്റുകളും ഒരുപാട് എമർജൻസി മെഡിസിൻസും ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു ക്രാഷ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താം അല്ലെ? എക്യുപ്മെന്റുകളും മെഡിസിനുകളും അതിലുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ക്രാഷ് കാർഡ് ആ ഒരു എമർജൻസി സിറ്റുവേഷന് കൈകാര്യം ചെയ്യാനുള്ള റിസോഴ്സുകൾ അതിൽ ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യുക. ക്ലിയർ ആണോ? ആ ക്രാഷ് കാർഡിലേക്കായിട്ടുള്ള എക്യുപ്മെന്റുകള്, മെഡിസിനുകള്, മറ്റു സാധനങ്ങളെല്ലാം ആ ഒരു ക്രാഷ് കാർഡിൽ സജ്ജമാണോ, അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് make sure that a portable X-ray machine brought and kept in emergency department. ചിലപ്പോ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് നമുക്ക് എന്താണ് എക്സ്റേ എടുക്കാനൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലെ? എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ നമുക്ക് എന്തുണ്ട്? പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ ഉണ്ടല്ലോ ഹോസ്പിറ്റലില്, തള്ളിക്കൊണ്ടു പോകാൻ പറ്റുന്ന അല്ലെ? മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എക്സ്റേ മെഷീൻസ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും അതില്ലാത്ത സന്ദർഭങ്ങളിൽ അതവിടെ സജ്ജമാക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സെക്യൂരിറ്റി എടുക്കാനോ? നെക്സ്റ്റ് പറയുന്നത്
സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ് ആർ നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. വർക്കിംഗ് ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ് അല്ലെ, എന്താണ് നമ്മുടെ ലോക്കൽ പോലീസുമായിട്ട് അടുത്ത സഹകരണത്തോടെ പ്രവർത്തിക്കുക അല്ലെ, നമ്മുടെ മീഡിയാസിനെ നമ്മുടെ പബ്ലിക്കിനെ അല്ലെ, ആളുകളെ കൊണ്ടുവരുന്ന വാഹനങ്ങളെ അല്ലെ ഒക്കെ കൺട്രോൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ട്രാഫിക് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോക്കൽ പോലീസുമായിട്ട് അടുത്ത സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിൽ പറയുന്ന നിർദ്ദേശങ്ങള് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, നിലനിർത്തുക. എന്താണ് പേഷ്യൻസിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന റിലേറ്റീവ്സിനെ അവിടേക്ക് വരുന്ന വാഹനങ്ങളെ മറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ നിലനിർത്തുക. നെക്സ്റ്റ് പറയുന്നത് ഡയറക്റ്റ് ട്രാഫിക് traffic so as not to block the free entry of patient carrying vehicle to and outside the hospital അല്ലെ, എന്താണ് നമ്മുടെ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്തും അല്ലെ എൻട്രി ചെയ്യുന്ന സമയത്തും അതല്ല അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള സമയത്തും അവർക്ക് വരുന്ന അവരുടെ വണ്ടികൾ പോകുന്ന സ്ഥലത്ത് എന്താണ് ചിലപ്പോൾ ട്രാഫിക്കുകളൊക്കെ അനുഭവപ്പെടാം അല്ലെ. ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എൻട്രൻസിലൊക്കെ ട്രാഫിക് വരാം അല്ലെ. അപ്പൊ രോഗികളുടെ അകത്തും രോഗികളുമായി പുറത്തേക്കും പോകുന്ന വാഹനങ്ങളുടെ ആ ഒരു എന്താണ് പ്രവേശനം തടയാതിരിക്കുന്നതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ അല്ലെ, ക്രമീകരണങ്ങൾ നടത്തുക. ക്ലിയർ ആണോ? രോഗികളുമായി അകത്തേക്കും രോഗികളുമായി പുറത്തേക്ക് അല്ലെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് കെയർസ് ഒക്കെ ആവശ്യമുണ്ട് അല്ലെ. അങ്ങനെ രോഗികളുമായി പുറത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുക. നെക്സ്റ്റ് പറയുന്നത് restrain and strictly control access to the hospital, direct the entry of authorized person to appropriate areas. എന്താണ് നമ്മുടെ ആ ഒരു തിരക്കൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പേഴ്സണൽസിനെയും അവർക്ക് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള അവർക്ക് ഉചിതമായിട്ടുള്ള ഏരിയാസിലേക്ക് അവരെ നിയന്ത്രിക്കുക, റെസ്ട്രെയിൻ ചെയ്യുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. ആംബുലൻസ് ടു എമർജൻസി, റിലേറ്റീവ്സ് ടു വെയിറ്റിംഗ് ഏരിയാസ്, മീഡിയാസ് ടു മീഡിയ റൂം അല്ലെ. അപ്പൊ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയ ആംബുലൻസിനെ എങ്ങോട്ടാണ് എമർജൻസി റൂമിലേക്ക് കിടക്കുക, എമർജൻസി സെക്ഷനിലേക്ക് അവർ എൻട്രി ചെയ്യണം അല്ലെ, ആ ഒരു ഭാഗത്തേക്ക്. റിലേറ്റീവ്സിന് എങ്ങനെയാണ് നമ്മുടെ കാഷ്വാലിറ്റിന്റെ അവിടെ ഇരുത്താൻ പറ്റോ? ആ കാഷ്വാലിറ്റിയിൽ കിടത്തുന്നവരെ എന്താണ് റിലേറ്റീവ്സിന് അവിടെ ഇരുത്താം. ബാക്കിയുള്ളവരെ എവിടെയാണ് ഇരിക്കേണ്ടത്? വെയിറ്റിംഗ് റൂമിലേക്കായിരിക്കണം അല്ലെ. സോറി മിസ് പറയാട്ടോ, നാലാമത് പറയാം. റിലേറ്റീവ്സിന് എന്ത് ചെയ്യാം? വെയിറ്റിംഗ് ഏരിയാസിലേക്ക് നയിക്കാം. മീഡിയാസിന് എവിടെയാണ്? മീഡിയ കവറേജ് നൽകുന്നതിനുള്ള ആ ഒരു റൂമിലേക്ക് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും അവിടുത്തെ തിരക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തടസ്സം അല്ലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് അവരെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നാലാമത്തെ മിസ് വിട്ടുപോയി, പ്രൊട്ടക്ട് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രധാന ഏരിയാസ്, കീ ഇൻസ്റ്റലേഷൻ ഏരിയാസ്, പ്രധാന ഏരിയാസ് സംരക്ഷിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈ എക്സെട്ര, അങ്ങനെയുള്ള പ്രധാന മേഖലകൾ സംരക്ഷിക്കുക. അവിടെ ഒരുപാട് എന്താണ് തിരക്കുകളൊക്കെ വന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരാത്ത രീതിയിൽ അവിടെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ പേഴ്സൺസിനെയും പേഷ്യൻസിനെയും സംരക്ഷിക്കുക അല്ലെ. ഇപ്പൊ നമ്മുടെ കാഷ്വാലിറ്റിയിലെ ഒരു വാഹനം നമ്മുടെ ഒരു ആംബുലൻസ് കാഷ്വാലിറ്റി സെക്ഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് പേഷ്യൻസിനെ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കണം അല്ലെ. ആണോ? അങ്ങനെ
അപ്പൊ അവിടെ തിരക്കുണ്ടെങ്കിൽ എന്താ വരിക? എല്ലാവരും കൂടിയും ഒരുമിച്ച് അവിടെ നിൽക്കുകയാണ്, കൂട്ടം കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? കൺട്രോൾ ചെയ്യേണ്ടി വരും, തിരക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരുമോ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ ചിലപ്പോ ആ ഒരു കൺട്രോൾ ചെയ്യണ നേരം കൊണ്ട് അല്ലെ, ചിലപ്പോ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ പേഷ്യൻസിന്റെ മരണം തന്നെ സംഭവിക്കാം അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ പേഷ്യൻസിനെയും ഹോസ്പിറ്റൽ സ്റ്റാഫുകളെയും സംരക്ഷിക്കുക. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ തന്നെ എന്താണ് ഒരു സർവീസുകൾ അവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവർക്ക് പോകേണ്ടതായി വരും അല്ലേ? കാഷ്വാലിറ്റിന്ന് ചിലപ്പോ എമർജൻസി ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ കാണാൻ പോകേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനെ കാണാൻ പോകേണ്ടി വരും അല്ലേ? അപ്പൊ അവരുടെ ആ ഒരു ഇതൊക്കെ തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഓൾ ഹോസ്പിറ്റൽ പേഴ്സൺ ഷുഡ് ബിയർ ഐഡന്റിറ്റി കാർഡ്. എല്ലാ പേഴ്സണൽസും ഹോസ്പിറ്റൽ പേഴ്സണൽസും സ്റ്റാഫുകളും എന്ത് ചെയ്യുക? ഐഡന്റിറ്റി കാർഡുകൾ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഐഡന്റിറ്റി കാർഡുകൾ നിർബന്ധമായും ധരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് ബാക്കി എല്ലാവരോ? ബിൻസി, അജന്യ, ശരണ്യ ഒക്കെ ക്ലിയർ ആണോ? പ്രീതി ഓക്കെ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ട്രയേജ്. Triage, the process of sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such care. Triage എന്ന് പറയുന്നത് നമ്മ പറഞ്ഞ എന്താണ്? അവിടെ സോർട്ട് ചെയ്യാണ് അല്ലേ? പറഞ്ഞില്ലേ നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മുതൽ നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആണോ? അപ്പൊ ഈ ട്രയേജ് എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് അവർക്ക് എത്രത്തോളം സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ? അവർക്ക് ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് അവർക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട്, ആവശ്യകതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രയേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് എന്താണ് ചിലപ്പോ ഒരു 50 ഒരു 100 പേഷ്യൻസിനെ കൊണ്ടുവരാം അല്ലേ? ആണോ? ഉണ്ട്. അപ്പൊ ഈ 100 പേർക്കും കിട്ടേണ്ട ട്രീറ്റ്മെന്റ്, കെയർ, പരിചരണം ഒരേപോലെ ആയിരിക്കോ? ഇല്ല. ചിലർ ഏതിലായിരിക്കും? ക്രിട്ടിക്കൽ കെയറിലായിരിക്കും അല്ലെ? അവർക്ക് പെട്ടെന്ന് തന്നെ കെയർസ് കൊടുക്കണം അല്ലേ? ചിലർക്ക് അർജന്റ് ആയിരിക്കും, നമ്മുടെ ക്രിട്ടിക്കലിലും കുറച്ചും കൂടി ഇതുള്ള പേഷ്യൻസ് ആയിരിക്കും. ചിലരെന്താണ് മൈനർ ഇഞ്ചുറീസ് ആയിരിക്കും അല്ലെ? ചെറിയ ചെറിയ മുറിവുകളോ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ആയിരിക്കും. അവർക്ക് എന്താണ് കുറച്ച് സമയം വൈകാനും പ്രശ്നമില്ല അല്ലെ? ആണോ? ചിലര് മരണം സംഭവിച്ച കേസുകളാണെങ്കിലോ അവര് കൊണ്ടുവരുമ്പോ തന്നെ അവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മൾ കെയർസ് കൊടുക്കണോ? വേണ്ട അല്ലെ? അപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസില് അവർക്ക് ആ ഒരു പരിചരണം ലഭിച്ചത് കൊണ്ട് അല്ലെ, അവർക്ക് എത്രത്തോളം ആ ഒരു പരിചരണം കൊണ്ട് എത്രത്തോളം പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് അവരെ സോർട്ട് ചെയ്യുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ മൈനർ പേഷ്യൻസിനെ നോക്കാൻ പോയി, ചെറിയ ചെറിയ മുറിവുകളുള്ള പേഷ്യൻസിനെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോ മരണം സംഭവിക്കാം അല്ലേ? ആണോ? അല്ലേ? മരണം സംഭവിക്കാം അല്ലേ? അപ്പൊ ആദ്യം നമ്മ ആരെയായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ക്രിട്ടിക്കൽ കെയറിൽ കിടക്കുന്ന പേഷ്യൻസിനെ ആയിരിക്കണം അല്ലേ?
അപ്പൊ അവർക്ക് ലഭിക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ആ ഒരു കെയർ കൊണ്ട് അവർക്ക് എത്രത്തോളം പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് എന്താണ് അവരെ സോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് triage is done in emergency room, disasters and wars when limited medical resources must be allocated to enhance the number of survivors. അല്ലെ, നമ്മൾ ട്രേജ് നടത്തുന്നത് എമർജൻസി റൂമുകളിലെ കാഷ്വാലിറ്റിയിൽ നടക്കുന്നുണ്ട്, ഡിസാസ്റ്റേഴ്സ് സംഭവിക്കും അവിടെ നടക്കുന്നുണ്ട്, യുദ്ധങ്ങൾ നടക്കും ആ യുദ്ധക്കളത്തില് നമ്മുടെ ട്രയേജ് നൽകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ്, നമ്മുടെ റിസോഴ്സുകൾ ലിമിറ്റഡ് ആയിരിക്കും അല്ലെ, ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ നമ്മുടെ എങ്ങനെയാണ് റിസോഴ്സുകൾ ലിമിറ്റഡ് അല്ലേ? ആണോ? ആണ്. അപ്പൊ ആ ഒരു ലിമിറ്റഡ് റിസോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാല് എത്ര നമ്പർ ഓഫ് സർവൈവേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, അതിനുള്ള ആ ഒരു സോർട്ടിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ട്രയേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ലിമിറ്റഡ്, ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം, അതിജീവിക്കുന്നവരെ സർവൈവ് ചെയ്യുന്നവരുടെ ആ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു പരിമിതമായ റിസോഴ്സുകൾ അനുവദിക്കുന്നതിന് വേണ്ടി എമർജൻസി റൂമുകളിൽ ഡിസാസ്റ്റേഴ്സ് വാറുകളൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ട്രയേജ് നടത്തുന്നത്. ഇപ്പൊ അതിജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് റിസോഴ്സുകൾ ഉള്ളൂ. മൈനർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, മേജർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ലെവലിലുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് കൂടുതൽ ആ റിസോഴ്സുകൾ ഉപയോഗിക്കേണ്ടത്? ക്രിട്ടിക്കൽ പേഷ്യൻസിനാണ് അല്ലേ? ഡെഡ് കേസുകളുണ്ട്, ഡെഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്, മൈനർ ആയിട്ട് ചെറിയ ചെറിയ മുറിവുകൾ പറ്റിയവർ കിടക്കുന്നുണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസും ഉണ്ട്. അപ്പൊ നമ്മൾ റിസോഴ്സുകൾ ആർക്കായിരിക്കണം കൂടുതൽ ഉപയോഗിക്കേണ്ടത്? മൈനർ പേഷ്യൻസിനാണോ? ക്രിട്ടിക്കൽ പേഷ്യൻസിനെ അവിടെ കിടത്തിയിട്ട് മൈനർ പേഷ്യൻസിനാണോ ഉപയോഗിക്കുന്നത്? ആണോ? അല്ല, ക്രിട്ടിക്കൽ പേഷ്യൻസിനാണ് അല്ലെ. അപ്പൊ ആ ഒരു സർവേ, അപ്പൊ നമ്മൾ എന്താണ് അവിടെ അതിജീവിക്കാൻ സാധ്യത അവർക്ക് കൂടി കൊടുക്കാണ് അല്ലെ, അവിടെയാണ് കൂടുതൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിജീവിക്കുന്നവരുടെ എണ്ണം, സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് റിസോഴ്സുകളൊക്കെ ഉള്ള സമയത്ത് നമ്മ കാഷ്വാലിറ്റിയില, എമർജൻസി റൂമില്ല, ഡിസാസ്റ്റർ നടന്ന മേഖലയില, വാർസുകൾ നടത്ത, യുദ്ധങ്ങൾ നടന്ന യുദ്ധക്കളത്തിലൊക്കെയാണ് നമ്മ എന്ത് നടത്തുന്നത്, ട്രയേജ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അപ്പൊ ട്രയേജ് കാറ്റഗറി 1. അപ്പൊ നമ്മ പറഞ്ഞു അല്ലെ, പേഷ്യൻസിനെ സോർട്ട് ചെയ്യാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പേഷ്യൻസിനെ നമ്മ 4 കാറ്റഗറി ആയിട്ടാണ് സോർട്ട് ചെയ്യുന്നത്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4. അപ്പൊ ഫസ്റ്റ് കാറ്റഗറിയില് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, അതായത് ക്രിട്ടിക്കൽ പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നത്. അപ്രോക്സിമേറ്റ്ലി 20% ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നവരായിരിക്കും. അവർക്ക് ആദ്യത്തെ പ്രയോറിറ്റി 1 ആണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ഈ ഒരു കാറ്റഗറി 1 പേഷ്യൻസിനാണ്. അവരാരൊക്കെയാണെന്ന് നോക്കി, സം എക്സാമ്പിൾ വന്നിട്ടുണ്ട്. സെവർ ബ്ലീഡിങ് അല്ലെ, കഠിനമായിട്ടുള്ള രക്തസ്രാവങ്ങളുള്ള പേഷ്യൻസ്. നെക്സ്റ്റ് പറയുന്നത് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെ, നമ്മുടെ ശ്വാസനാളത്തിന്റെ തടസ്സങ്ങൾ അനുഭവപ്പെടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പേഷ്യൻസ്. നെക്സ്റ്റ്
ന്യൂമോതെറാക്സ്. ന്യൂമോതെറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിൽ എയർ നിറയുന്ന ആ ഒരു അവസ്ഥയാണ് ന്യൂമോതെറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ബ്രീത്തിങ്ങിനൊക്കെ ഒരുപാട് ഡിഫിക്കൽറ്റി പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്. ഹീമോതെറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ നെഞ്ചിൽ എന്തെങ്കിലും മുറിവുകൾ, നമ്മുടെ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ട് നമ്മുടെ പ്ലൂറൽ സ്പേസ് അല്ല, പ്ലൂറൽ സ്പേസ് എന്ന് പറഞ്ഞാല് ലങ്സിന്റെയും ചെസ്റ്റ് വാളിന്റെയും ഇടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് പ്ലൂറൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്ലൂറൽ സ്പേസിലേക്ക് നമ്മുടെ ബ്ലഡ് പ്രവേശിക്കുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്, ഹീമോതെറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹീമോതെറാക്സ് ഉള്ള പേഷ്യൻസ്. ഹൈപ്പോവോൾമിക് ഷോക്ക് അല്ലെ, എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഫ്ലൂയിഡുകൾ കുറഞ്ഞിട്ട് നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസിന് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എക്സ്ട്രീംലി സെവർലി ഇഞ്ചേർഡ്, എന്താണ് എക്സ്ട്രീമിറ്റി സെവർലി ഇഞ്ചേർഡ് അല്ലെ, എന്താണ് ഗുരുതരമായ പരിക്കുകൾ പറ്റിയവര്, ഫേഷ്യൽ ബേൺസുകൾ പറ്റിയവര്, നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് നമ്മൾ കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഒന്നുകൂടെ മിസ് പറയാം. സെവർ ബ്ലീഡിങ് അല്ലെ, കഠിനമായിട്ടുള്ള രക്തസ്രാവം, പിന്നെ നമ്മുടെ ശ്വാസനാളത്തിന്റെ തടസ്സങ്ങൾ നേരിടാം. ന്യൂമോതെറാക്സ്, നമ്മുടെ ലങ്സിലെ എയർ നിറയുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്, ന്യൂമോതെറാക്സ് എന്ന് പറയുന്നത്. ഹീമോതെറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ച് നമ്മുടെ ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെ ഇടയിൽ ബ്ലഡ് വന്ന് നിറയുന്നതിനെയാണ് ഹീമോതെറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹീമോതെറാക്സ് ഉള്ള പേഷ്യൻസിന് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് അല്ലെ, കുറച്ച് ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ, ബ്ലഡ് മറ്റ് അതർ ബോഡി ഫ്ലൂയിഡ്സുകളില് 15% നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് തകരാറുകൾ വരുന്നതിനെയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരാം, ആരൊക്കെയാണ് കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്ന പേഷ്യൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ എന്താണ് ഹൈപ്പോവോൾമിക് ഷോക്ക് അല്ലെ, നമ്മുടെ ശരീരത്തിലെ 15% ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുന്ന അവസ്ഥയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. എക്സ്ട്രിമിറ്റി സെവർലി ഇഞ്ചേർഡ്, എന്താണ് കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റുന്നവര്, നമ്മുടെ ഫേസിൽ അല്ലെ ഫേഷ്യൽ ബേൺസുകൾ പറ്റുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് പറയുന്ന കാറ്റഗറി 2 ഡിലേഡ് ട്രീറ്റ്മെന്റ് അല്ലെ, നമ്മുടെ ക്രിട്ടിക്കൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ല, അവർക്ക് ഒരു ഇച്ചിരി കൂടി, ഒരുപാടല്ല കേട്ടോ, കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് ഡിലേ ആയാലും പ്രശ്നമില്ല. അങ്ങനെയുള്ള ആളുകളാണ് കാറ്റഗറി 2 ഉൾപ്പെടുത്തുന്നത്. അപ്രോക്സിമേറ്റ്ലി 40% ആളുകളും ഡിലേഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് അവർക്ക് പ്രയോറിറ്റി 2, രണ്ടാമത്തെ മുൻതൂക്കമാണ് അവർക്ക് കൊടുക്കുന്നത്. അവരാരൊക്കെയാണ്, ഫ്രാക്ചർ അല്ലെ, ഫ്രാക്ചർ ഒടിവുകൾ, നമ്മുടെ ബോൺസിനൊക്കെ ഒടിവുകൾ സംഭവിക്കുന്നത്. ഡിസ്ലൊക്കേഷൻ അല്ലെ, സ്ഥാനഭ്രംശം, നമ്മുടെ എല്ലുകൾക്ക് സ്ഥാനം മാറിപ്പോവുക അല്ലെ, എന്തെങ്കിലും ഇടിക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആഘാതം സംഭവിക്കുന്ന സമയത്ത് ഡിസ്ലൊക്കേഷൻ വരുന്ന ആളുകള്. നമ്മുടെ അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമിന് എന്തെങ്കിലും പരിക്കുകള് മുറിവുകള് പറ്റുന്നവര്, തൊറാക്സിന് അല്ലെ, നമ്മുടെ ലങ്സിന് ചെസ്റ്റിന് ഹാർട്ടിനൊക്കെ എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നവര്. പിന്നെ യൂറോജെനിറ്റൽ ട്രാക്സ് അല്ലെ, എന്താണ് യൂറോജെനിറ്റൽ ട്രാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിനറി ആൻഡ് ജെനിറ്റൽ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന ആളുകള്. യൂറിനറി ജെനിറ്റൽ ട്രാക്സ്, നമ്മുടെ യൂറിനറി ആൻഡ് ജെനിറ്റൽ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുകൾ, എവിടെയെങ്കിലും ഇടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചതവുകൾ സംഭവിക്കുന്ന ആളുകളൊക്കെയാണ് യൂറോജെനിറ്റൽ ട്രാക്റ്റിന് വരുന്നത്. സ്കള്ള്, ബ്രെയിന് 2 and 3 ഡിഗ്രി ബേൺസ്, നമ്മുടെ സ്കള്ളിനോ അല്ലെങ്കിൽ തലയോട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനൊക്കെ 2 മുതൽ 3 ഡിഗ്രി വരെ പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് കാറ്റഗറി 2 ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
നമ്മുടെ തൊറാക്സിന് യൂറോജെനിറ്റൽ ട്രാക്റ്റിന് എന്തെങ്കിലും പ്രോബ്ലംസിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുന്നവര്, സ്കള്ളിനോ അല്ലെങ്കിൽ ബ്രെയിനിന് തലയോട്ടിക്കോ തലച്ചോറിനോ 2 മുതൽ 3 ഡിഗ്രി വരെ പൊള്ളലേൽക്കുന്നവര്, അബ്ഡമിന് എന്തെങ്കിലും പരിക്കുകൾ പറ്റുന്നവര്, സ്ഥാനഭ്രംശം നമ്മുടെ ബോൺസിന് സ്ഥാനഭ്രംശം വരുന്നത്, അതല്ലെങ്കിൽ ഫ്രാക്ചർ അല്ലെ ഒടിവുകൾ പറ്റുന്നവരൊക്കെയാണ് കാറ്റഗറി 2 ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഇനി പറയുന്നത് കാറ്റഗറി 3 മിനിമം ട്രീറ്റ്മെന്റ്, ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയവരെയാണ് നമ്മൾ കാറ്റഗറി 3 ഉൾപ്പെടുത്തുന്നത്. അപ്രോക്സിമേറ്റ്ലി 40% ആളുകളും കാറ്റഗറി നമ്പർ 3 വരുന്നത്. അവർക്ക് പ്രയോറിറ്റി 3 ആണ് കൊടുക്കുന്നത്. മൈനർ വോൺസിൽ ചെറിയ മുറിവുകള്, സ്മോൾ ഫ്രാക്ചർ, ചെറിയ ഒടിവുകൾ സംഭവിക്കുന്നത്, ഉളുക്കുകള്, സ്പ്രെയിനുകൾ അല്ലെ, സ്പ്രെയിൻ എന്നാൽ ഉളുക്കൊക്കെ സംഭവിക്കുന്നവരെയാണ് കാറ്റഗറി 3 ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് കാറ്റഗറി 4 എന്ന് പറയുന്നത് എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ്. അതായത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല, അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ആളുകളില്ലേ? ഒന്നില്ലെങ്കിൽ മരണം സംഭവിച്ചവരോ അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഓക്കെ, ഡൈയിങ് ഓർ ഇൻജോർഡ് വിത്ത് നോ ചാൻസ് ഫോർ സർവൈവൽ. എന്താണ്? അതിജീവിക്കാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത മുറിവുകൾ പറ്റിയവരൊക്കെയാണ് കാറ്റഗറി നമ്പർ 4 ഉൾപ്പെടുത്തും. ഒന്നില്ലെങ്കിൽ മരിച്ചവരായിരിക്കും അല്ലെങ്കിൽ അതിജീവിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്തവരായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് കാറ്റഗറി 4 ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതില്? ആ സുഖങ്ങള് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനില്ല കേട്ടോ മക്കളെ, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണോ മിസ് ഓരോന്നും എന്താണെന്ന് പറഞ്ഞു തന്നത് കേട്ടോ. ന്യൂമോതെറാക്സ് എന്താണ്, ഹീമോതെറാക്സ് എന്താണ്, ഹൈപ്പോവോൾമിക് ഷോക്ക് എന്താണെന്നൊക്കെ പറഞ്ഞു തന്നത്. ജസ്റ്റ് നിങ്ങൾ ആ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്നതാണ് എനിക്ക് കേൾക്കുമ്പോ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം, ഇന്നതാണ് ആ ഒരു അസുഖം എന്നുള്ളത്. ക്ലിയർ അല്ലേ? അവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ടാഗിങ് പറഞ്ഞു അല്ലെ, ട്രയേജില് ടാഗിങ് പറഞ്ഞില്ലേ? പെട്ടെന്ന് തന്നെ അവർക്ക് ഉചിതമായിട്ടുള്ള ടാഗുകൾ നൽകുക അല്ലെ. അപ്പൊ ടാഗിങ് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കിയേ. ടാഗിങ് പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യന്റ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ് അല്ലെ. എന്താണ്? ആ ഒരു ഡിസാസ്റ്ററിൽ നിന്ന് പേഷ്യൻസിനെ റിമൂവ് ചെയ്യുന്നതിനുള്ള പ്രയോറിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, മുൻതൂക്കം കൊടുക്കുന്നതിന് വേണ്ടി. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എന്താണ്? ഫസ്റ്റത്തെ പ്രയോറിറ്റി ആണ് അല്ലെ. അപ്പൊ അവർക്ക് റെഡ് ടാഗ് ആണ്, ടാഗ് ചോദിക്കുന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ് ടാഗ്, അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. അർജന്റ് പേഷ്യൻസിന് യെല്ലോ ടാഗ്, അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി. വാക്കിംഗ് വൂണ്ടഡ്, മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ പറ്റിയവരെ എന്താണ്? ഗ്രീൻ ടാഗ് ആണ് കൊടുക്കുന്നത്. അവർക്ക് തേർഡ് പ്രയോറിറ്റി. ഡെഡ്, എനി ഡൈങ് അല്ലെ, മരിച്ചവർ അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ബ്ലാക്ക് ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് ലാസ്റ്റ് പ്രയോറിറ്റി ആണ് നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തിട്ട് മിസ് സ്റ്റാർട്ട്. സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് START. സ്റ്റാർട്ട് നോക്കിയേ. സ്റ്റാർട്ടിൽ S സിമ്പിൾ, T ട്രയേജ്, A and R ഫോർ റാപ്പിഡ് ട്രീറ്റ്മെന്റ് അല്ലെ. സിമ്പിൾ, ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ചോദിക്കാട്ടോ. അതിവേഗം ചികിത്സ നൽകുക അല്ലെ. സിമ്പിൾ, ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. പെട്ടെന്ന് സോർട്ട് ചെയ്യുക, പെട്ടെന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇസ് ദ മെത്തേഡ് ഓഫ് ക്വിക്ലി റെക്കഗ്നൈസിംഗ് വിക്ടിം who have immediate life threatening injuries and who have the best chance of survival. എന്താണ് മിസ് നേരത്തെ പറഞ്ഞു? എന്താണ്? അതിജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അല്ലെ. സോർട്ട് ചെയ്യുന്നത് ആണോ? സോർട്ടിൽ പറഞ്ഞില്ലേ മിസ്? സോർട്ട് എടുക്കുമ്പോ മിസ് പറഞ്ഞോ? അതിജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സുകൾ എഫക്റ്റീവായി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? എമർജൻസി റൂമില്, വാറുകൾ നടന്ന സ്ഥലത്ത്, ഡിസാസ്റ്റർ സ്ഥലത്തൊക്കെയാണ് അല്ലെ നമ്മൾ ട്രയേജ് നൽകുന്നത് അല്ലെ. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാല് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്.
എന്തെന്ന് വെച്ചാൽ എന്താണ്? ഈസ് ദ മെത്തേഡ് ഓഫ് ക്വിക്ലി റെക്കഗ്നൈസിങ് വിക്ടിം, അല്ലെ? എന്തിനുള്ള മെത്തേഡാണ്? നമുക്ക് ആ വിക്ടിമിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നതിനുള്ള മെത്തേഡാണ്. ആരെ തിരിച്ചറിയുന്നതിനുള്ള മെത്തേഡ്? ഹു ഹാവ് immediate life-threatening injuries and who have the best chance of surviving. അല്ലെ? ആർക്കാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നത്? അല്ലെ? ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് പറ്റിയവരാരാണ്? അല്ലെ? കൂടാതെ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ സാധ്യതയുള്ളത് ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു മെത്തേഡ് അല്ലേ? അല്ലെ? ക്രിട്ടിക്കൽ പേഷ്യന്റ് ആരാണ്, മൈനർ പേഷ്യൻസ് ആരാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള മെത്തേഡ് അല്ലേ സോർട്ടിങ്? നോക്ക്, കമ്പയർ ചെയ്ത് നോക്ക്, അല്ലെ? സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിനെ നമ്മൾ തരം തിരിക്കുകയാണ്, അല്ലെ? സോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എത്രയും വേഗം നൽകുകയാണ്. അതൊക്കെയാണോ? അത്രയൊക്കെയാണോ? ഓക്കെയാണ്. നമ്മൾ ആ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു, തരം തിരിക്കുന്നു എന്ന് പറഞ്ഞു. തരം തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ഹെൽത്ത് കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? നമ്മൾ അവരെ സോർട്ട് ചെയ്യുന്നത്. അതൊക്കെയാണോ? ക്രിട്ടിക്കൽ ആണോ, അർജന്റ് ആണോ, മൈനർ ആണോ, ഡെഡ് ആണോ, അല്ലെ? അവർ ആ ഒരു ഹെൽത്ത് കണ്ടീഷന്റെ അടിസ്ഥാനത്തിലല്ലേ? അപ്പൊ ക്രിട്ടിക്കൽ ആണെങ്കിൽ നമുക്കറിയാം, അല്ലെ? അവരെന്താണ്? ജീവൻ അപകടത്തിൽപ്പെടുന്ന ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് ആണ് അല്ലെങ്കിൽ ഇൽനെസ്, ഇഞ്ചുറീസ് ആണ് പറ്റിയതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ അങ്ങനെ സോർട്ട് ചെയ്യുമ്പോൾ? പറ്റുന്നുണ്ടോ? അപ്പൊ എന്താണ്? ജീവൻ അപകടത്തിൽപ്പെടുന്ന പരിക്കുകളുള്ളവരെയും കൂടാതെ സർവൈവ് ചെയ്യാൻ സാധ്യതയുള്ളവരെയും, അല്ലെ? ആണോ? അതിജീവിക്കാൻ ഇപ്പൊ ഡെഡ് കേസുകള് അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് എന്തൊക്കെ ചെയ്താലും അവർക്ക് മരണം, ഡെഡ് ഷുഗർ ആണെന്ന് പറഞ്ഞ പേഷ്യൻസിന് നമുക്ക് റിസോഴ്സുകൾ കൊടുക്കണോ? അവരതിജീവിക്കാൻ സാധ്യതയുണ്ടോ? വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ അതിജീവിക്കുന്നവരുടെ എണ്ണം, അതിജീവിക്കുന്നവരെയും, അല്ലെ, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ട്രയേജ് എന്ന് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജീവൻ അപകടത്തിൽപ്പെട്ട പരിക്കുകളുള്ളവരെയും അതിജീവിക്കാൻ ഏറ്റവും മികച്ച സാധ്യതയുള്ളവരെയുമായ ആളുകളെ, വിക്ടിമിനെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു രീതിയാണ് സ്റ്റാർട്ട്, സിംഗിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സ്റ്റാർട്ട് വെച്ചാൽ ഓർമ്മയില്ലേ? അതിജീവിക്കുന്നവരുടെ എണ്ണം, അല്ലെ? ജീവൻ അപകടത്തിൽപ്പെടുന്ന പരിക്കുകൾ ആർക്കൊക്കെ പറ്റിയിട്ടുണ്ട്, അല്ലെ? അതിജീവിക്കുന്നവരുടെ എണ്ണം നമുക്ക് തിരിച്ചറിയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് സ്റ്റാർട്ട് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ബോറടിച്ചു തുടങ്ങിയോ? ഡിസാസ്റ്റർ കേട്ട് ബോറടിച്ചോ? ഇല്ല. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട്. നമ്മുടെ സ്റ്റാർട്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? is to sort out victim into ambulatory and non-ambulatory by giving verbal instructions. അല്ലെ? നമ്മുടെ ഔട്ട് പേഷ്യൻസ് ഇതിൽ വന്നതായിക്കോട്ടെ അല്ലെങ്കിൽ എമർജൻസി കാഷ്വാലിറ്റി നോൺ ആംബുലേറ്ററിയിൽ വന്ന പേഷ്യൻസിന് എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മൾ അവരെന്താണ്? വെർബൽ ഇൻസ്ട്രക്ഷൻസ് നൽകി അവരെ സോർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അവർ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവരെ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് അവരുടെ റെസ്പിറേഷൻ ചെക്ക് ചെയ്യാണ്. ഇപ്പൊ കൊണ്ടുവന്ന പേഷ്യൻസ് റെസ്പിറേഷൻ ചെക്ക് ചെയ്യാണ്. 30-ൽ കുറവാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, 30-ൽ കൂടുതലാണെങ്കിൽ അവർക്ക് എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ രണ്ടാമത് ചെക്ക് ചെയ്യുന്നത് എന്താണ്? റെസ്പിറേഷൻ. ഓക്കെ, നമ്മുടെ പൾസ് ഒക്കെ നോക്കൂലേ? റെസ്പിറേഷൻ നോക്കുന്നു. നെക്സ്റ്റ് പെർഫ്യൂഷൻ.
റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്. എന്താണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിലെ ബ്ലഡിന്റെ പാസേജ് നോക്കുന്നതാണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ആ ഒരു പെർഫ്യൂഷനിൽ ഫസ്റ്റ് നോക്കുന്നത് റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്. നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ റേഡിയൽ പൾസ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നു. ചില കേസുകളിൽ ഈ പ്രായമായി വീട്ടിൽ കിടക്കുന്ന അമ്മമാർക്കൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഡോക്ടർ വന്ന് പരിശോധിക്കില്ലേ? ആണോ? കണ്ടിട്ടുണ്ടോ? ഇല്ലേ? കിടപ്പ് രോഗികള്. അപ്പൊ എന്താ മരണം ഉറപ്പാക്കാനായിട്ട് ഡോക്ടർ വന്ന് അല്ലേ റേഡിയൽ പൾസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ? റേഡിയൽ പൾസ് ഉണ്ടോ നോക്കൂ അല്ലേ? അപ്പൊ എന്താണ് മൂന്നാമത് എന്താണ് പെർഫ്യൂഷൻ. നമ്മുടെ ബോഡിയിലെ ബ്ലഡിന്റെ പാസേജ് ഉണ്ടോ, ശരിയായ രീതിയിൽ പാസേജ് നടക്കുന്നുണ്ടോ? അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? നമ്മുടെ റേഡിയൽ പൾസ് ഉണ്ടോ ഇല്ലേ എന്നാണ് നോക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? കാപ്പിലറി റീഫിൽ. ബ്ലഡ് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്. White to red in 2 seconds. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറുതിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോൾ വിട്ടളയോ അല്ലെ? ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മ അത് കളിക്കുന്നതാണ്. നിങ്ങൾ അത് കളിച്ചിരുന്നാണ്. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എന്നിട്ട് നമ്മ പറയും അല്ലെ ഇതൊക്കെ ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചു കഴിയുമ്പോ അത് പെട്ടെന്ന് വിടുമ്പോ വൈറ്റ് കളർ ആയിരിക്കും. വൈറ്റ് കളർ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ റെഡ് കളർ പിങ്കിഷ് കളറായി മാറും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ വിരലിന്റെ അകത്തും ഇങ്ങനെ പിടിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മ ഈ ഞെക്കി പിടിക്കുമ്പോ എന്ത് ചെയ്യും? അവിടേക്ക് ബ്ലഡിന്റെ പാസേജ് വരില്ല അല്ലെ? ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോ അവിടേക്ക് ബ്ലഡിന്റെ പാസേജ് വരുമോ? ഇല്ല. വിട്ട് കഴിയുമ്പോ അവിടേക്ക് ബ്ലഡിന്റെ പാസേജ് വരും അല്ലേ? അപ്പൊ നമ്മ വിട്ട ഉടനെ അവിടുത്തെ കളർ എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും അല്ലെ? വൈറ്റ് കളർ ആയിരിക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ എന്ത് വരും? ഒരു പിങ്കിഷ് റെഡ് കളറിലേക്ക് വരും അല്ലെ? എല്ലാവരും ഒന്ന് നോക്കി നോക്കിയേ. കൈമ പിടിക്കുക. ഒന്ന് ഞെക്കി പിടിച്ചു നോക്കിയേ. 2 സെക്കൻഡ് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് വിട്ടു നോക്കിയേ. കണ്ടോ? അപ്പൊ ശരിയായ രീതിയിൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പാസേജ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് കളർ എന്ത് വരും? പെട്ടെന്ന് തന്നെ അത് റെഡിഷ് കളറിലേക്ക് വരും. റെഡ് കളറിലേക്ക് വരും. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഇല്ല, ബ്ലഡിന്റെ പാസേജ് നടക്കുന്നില്ലെങ്കിൽ അവിടുത്തെ കളറ് വ്യത്യാസങ്ങൾ വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയിൽ ബ്ലഡിന്റെ പാസേജ് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് കാപ്പിലറി റീഫിൽ ടെസ്റ്റ് നടത്തുന്നു. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പറയുന്നത് മെന്റൽ സ്റ്റാറ്റസ്. വെദർ ഹി ഓർ ഷീ ക്യാൻ ഫോളോ എന്നാണ് കേട്ടോ. ഫ്ലോ എന്നാണ് എടുക്കുന്നത്. ഫോളോ കമാൻഡ്സ് ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്. എന്താണ് ആ ഒരു പേഷ്യന്റ് മെന്റൽ സ്റ്റാറ്റസ് നോക്കുകയാണ് അല്ലെ? ആ ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു നഴ്സ് പറയുന്ന കമാൻഡുകൾ, നിർദ്ദേശങ്ങൾ അവർക്ക് ഫോളോ പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനുശേഷം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇപ്പൊ തലടിച്ച് വീണ് അതല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോ നമ്മളോട് ജസ്റ്റ് അവരെന്ത് ഇൻസ്ട്രക്ഷൻസ് ചോദിക്കാം. പേരൊക്കെ ചോദിക്കും അല്ലെ? ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. പേര്, വീട്, ആരെ കൂടിയാണ് വന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ? അപ്പൊ അവരെന്താണ് വെർബൽ ആയിട്ടുള്ള കമാൻഡുകൾ കൊടുത്ത് അവരത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം അവർക്കുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ അത്? സ്റ്റാർട്ട്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. സ്റ്റാർട്ട്. ഓപ്പൺ ദി എയർവേ. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഓപ്പൺ ദി എയർവേ അല്ലെ? അവരെ വായു സഞ്ചാര മാർഗം അവർ ആ ഒരു എയർവേ ഓപ്പൺ ചെയ്യുന്നു. നെക്സ്റ്റ് അവർക്ക് എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ട്, കഠിനമായിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എലിവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. ഷോക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവരെ കാല് എങ്ങനെ 2 കാലും ഉയർത്തിപ്പിടിച്ചിട്ട് കാലിന്റെ അടിയിൽ ഇങ്ങനെ തട്ടുന്നതൊക്കെ കണ്ടിട്ടില്ലേ? എലിവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. ഷോക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാലുകൾ ഉയർത്തിപ്പിടിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം അല്ലെ? ഫ്ലോ ചാർട്ട് നോക്കി. സ്റ്റാർട്ട് ട്രയേജ് കൊടുത്തു. ഈ പേഷ്യന്റ് ബ്രീത്തിങ്, അവരാദ്യം റെസ്പിറേഷൻ അല്ലെ ബ്രീത്തിങ് നോക്കാണ്. അപ്പൊ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഈ പേഷ്യന്റ് ബ്രീത്തിങ് ഇവിടെ നോക്കിയെന്നോ
പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല. അപ്പൊ അവർ എയർവേ ഓപ്പൺ ചെയ്യാണ് അല്ലെ. ഓപ്പൺ പേഷ്യൻസ് എയർവേ, അവർ വായു സഞ്ചാര മാർഗം അവർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് നോക്കാണ് ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്, പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ. അപ്പൊ നോ ആണെങ്കിൽ ആ പേഷ്യന്റിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല. നെക്സ്റ്റ് പേഷ്യന്റിന്റെ എയർവേ ഓപ്പൺ ചെയ്തു, അവർക്ക് ബ്രീത്തിങ് ഉണ്ട്. യെസ് ആണെങ്കിൽ എന്താണ്, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ അവർക്കുള്ള പരിചരണം നൽകുക. ഓക്കെ ആണോ ആ ഒരു സെക്ഷൻ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് ആദ്യം തന്നെ കൊണ്ടുവന്നപ്പോ ബ്രീത്തിങ് നോക്കിയപ്പോ അവർക്ക് എന്താണ്, ബ്രീത്തിങ് ഉണ്ട്. അപ്പൊ ബ്രീത്തിങ് എങ്ങനെയാണെന്ന് നോക്കും. ബ്രീത്തിങ് എന്താണ്, ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ അല്ലെ, അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു നോർമൽ ആളുടെ ബ്രീത്തിങ് 30-ൽ കുറവാണ് കേട്ടോ. അപ്പൊ എന്താണ്, ബ്രീത്തിങ് 30-ൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയേഴ്സ് കൊടുക്കുന്നു. ബ്രീത്തിങ് 30-ൽ കുറവാണെങ്കിൽ നെക്സ്റ്റ് നോക്കുന്നത് അവരുടെ റേഡിയൽ പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. റേഡിയൽ പൾസ് ഇല്ലെങ്കിൽ അവർക്ക് എന്താണ്, റേഡിയൽ പൾസ് ഇല്ല, പക്ഷെ അവർക്ക് കഠിനമായിട്ടുള്ള ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. നെക്സ്റ്റ് റേഡിയൽ പൾസ് പ്രസന്റ് ആണ്, റേഡിയൽ പൾസ് ഉണ്ടെങ്കിൽ അവരെ മെന്റൽ സ്റ്റാറ്റസ് അസസ് ചെയ്യാണ് അല്ലെ. അവരുടെ മെന്റൽ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ ഡോക്ടേഴ്സ് എന്തെങ്കിലും കമാൻഡുകൾ പറയേ, എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ അവരെ ചോദിച്ചു. അപ്പൊ ആ ഒരു പേഷ്യന്റ് എന്താണ്, കമാൻഡുകൾ പാലിക്കുന്നില്ല, മറുപടി പറയുന്നില്ല, ഒന്നും വ്യക്തമല്ല എങ്കിൽ അവർക്ക് എന്താണ്, നോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവര് ശരിയായ രീതിയിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അവർ ക്വസ്റ്റ്യന് മറുപടി പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഡിലേഡ് കെയർസ് അല്ലെ, പരിചരണം കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കിയേ, എല്ലാവരും ഒന്ന് പെട്ടെന്ന് നോക്കിയേ, എന്നിട്ട് ക്ലിയർ ആണോ എന്നൊന്ന് നോക്കി മക്കളെ. എന്നിട്ട് മിസ് നെക്സ്റ്റും കൂടി എടുക്കാം. നെക്സ്റ്റ് സിമ്പിൾ ആണ് കേട്ടോ, ബോക്സ് നമുക്ക് എളുപ്പമുള്ള ഭാഗമാണ്, പെട്ടെന്ന് കഴിയുന്നതാണ്. ഡിസാസ്റ്റർ ഓക്കെ അല്ലേ, മിസ് എടുത്തത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഫ്ലോ ചാർട്ട് ഓക്കെ ആണോ? നോക്കിയോ? ഫ്ലോ ചാർട്ട് ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ് നമ്മുടെ ഹോസ്പിറ്റലില് വ്യത്യസ്ത നമ്മൾ പറഞ്ഞു അല്ലെ, കോഡ് ബ്ലൂ ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എന്തെങ്കിലും അപകടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എമർജൻസി കോഡുകൾ, ഡിസാസ്റ്റർ കോഡ്സുകൾ ഉണ്ട്. ആ ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡുകൾ ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് കോഡ് റെഡ്. നമുക്ക് റെഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റെഡ് അല്ലെ. എന്തായിരിക്കും റെഡ്? ഫയർ, തീ അല്ലേ, ആണോ? അപ്പൊ നോക്കിയേ, ഫയർ, smoke or the odor of something burning. Initiate code red team alert as per fire manual inform 5000 അല്ലേ. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ തീപിടുത്തം ഉണ്ടായി, ഫയർ ഉണ്ടായി, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പുക വരുന്നതായി കണ്ടു, അതല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താണ് സംതിങ് ബേണിംഗ് അല്ലേ, എന്തെങ്കിലും കത്തുന്നതായിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, നമ്മുടെ ടീമിനെ വിളിച്ച് കോഡ് റെഡ് ടീമിന് അലേർട്ട് ചെയ്യാൻ പറയാ അല്ലെ. കോഡ് റെഡ് അലേർട്ട് ചെയ്യാൻ പറയാ. ഫയർ മാനുവൽ അനുസരിച്ച് 5000ലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ ഫോളോ ദി റൈസ് പ്രോട്ടോകോൾ. എന്താണ്, നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ റൈസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യാൻ പറയാ അല്ലെ. റൈസ് എന്ന് പറഞ്ഞാല്, ആർ എന്ന് പറയുന്നത് റെസ്ക്യൂ, റിമൂവ് എവരി വൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. റെസ്ക്യൂ അല്ലെ, എന്താണ് രക്ഷാപ്രവർത്തനം. ആ ഒരു ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഉണ്ടായത്, ഇപ്പൊ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായില്ല, ആ തീപിടുത്തം ഉണ്ടായത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് പുക വന്നത്, അവിടെ നിന്ന്, അല്ലെങ്കിൽ ഏത് ഏരിയാസിലാണ് നമുക്ക് കത്തുന്നതായിട്ടുള്ള സ്മെൽ അനുഭവപ്പെട്ടത്, ആ ഒരു ഏരിയയിൽ നിന്ന് എല്ലാവരെയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന്
ഒഴിവാക്കുക അല്ലെ, ഒഴിപ്പിക്കുക, റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവേറ്റ് ഫയർ അലാം അല്ലെ. എന്താണ് ഫയർ അലാം? മറ്റുള്ള എല്ലാവരെയും അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാവരെയും അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സി കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ് അല്ലെ. എന്താണ് നമ്മുടെ ആ സ്മോക്ക് അല്ലെങ്കിൽ ആ ഒരു തീ അല്ലെ, ഫയർ നമുക്ക് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോർസുകളും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്തിടുക, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിടുക. നെക്സ്റ്റ് ഇ എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ ഇഫ് പോസിബിൾ അല്ലെ. എന്താണ് പറ്റാവുന്ന വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫയർ അണയ്ക്കുക. നോട്ട് അലൗസ് അതേഴ്സ് ബൈ ഷൗട്ടിംഗ് കോഡ് റെഡ് അല്ലെ. എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ തീപിടുത്തുണ്ടായാല് നമ്മ എന്താണ് നമ്മുടെ വീട്ടില് ഫയർ അലാം ഒക്കെ ഉണ്ടോ? ഫ്ലാറ്റുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഫയർ അലാം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മ എന്താ ചെയ്യുന്നത്? ഉറക്കെ വിളിച്ച് പറയില്ലേ, ലൗഡ് അല്ലെ. ഉറക്കെ വിളിച്ച് പറഞ്ഞ മറ്റുള്ളവരെയും കൂടി ഇൻഫോം ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് നോട്ട് അലേർട്ട് അതേഴ്സ് ബൈ ഷൗട്ടിംഗ്, നമ്മ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ മറ്റുള്ളവരെയും കൂടി അലേർട്ട് ചെയ്യുക. ക്ലിയർ ആണോ അത്? ചോദിക്കാട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ എന്താണ് ഏത് നമ്മുടെ കോഡ് റെഡുമായി ബന്ധപ്പെട്ട് ഏത് പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുന്നത്? റൈസ് പ്രോട്ടോകോൾ അല്ലെ. ആർ ഫോർ റെസ്ക്യൂ ഓർ റിമൂവ് എവരിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. എന്താണ് രക്ഷാപ്രവർത്തനം നടത്തുക, അതല്ലെങ്കിൽ ആ ഒരു തീപിടുത്തം ഉണ്ടായി അല്ലെങ്കിൽ ആ പുക വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കത്തുന്നതായിട്ട് നമുക്ക് മണം അനുഭവപ്പെടുത്ത ആ ഒരു ഏരിയാസിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കുക. നെക്സ്റ്റ് എന്താണ് മറ്റുള്ള എല്ലാവരെയും അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക. പിന്നെ എന്താണ് സി കൺഫൈൻ അല്ലെ. എന്താണ് ആ ഒരു തീ അല്ലെങ്കിൽ ആ ഒരു പുക നമുക്ക് പരിമിതപ്പെടുത്തി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ വാതിലും ജനലൊക്കെ ക്ലോസ് ചെയ്തിടുക. കൂടാതെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ എത്രയും വേഗത്തിൽ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്താണ് ഫയർ അണയ്ക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇൻ അതർ ഏരിയ or area away from the alarm location, close all doors and windows even if you are not located in the alarm area. നമ്മ ആ ഒരു ഏരിയസിലല്ല എങ്കിലും നമ്മ നിൽക്കുന്ന ഏരിയാസിലേക്ക് തീപിടുത്തമൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ എല്ലാ വാതിലുകളും ജനലുകളും എന്ത് ചെയ്തിടാം? ക്ലോസ് ചെയ്തിടാം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് വാച്ച് ഫോർ സൈൻസ് ഓഫ് ഫയർ ആൻഡ് സ്മോക്ക്. നമ്മ അതുമായി നമ്മുടെ ആ ഒരു തീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ സ്മോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈനുകള് നോക്കുക, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഡു നോട്ട് യൂസ് എലിവേറ്റേഴ്സ്. നമ്മ പറയാറുണ്ട് തീപിടുത്തം ഉണ്ടാവുന്ന സമയത്തൊക്കെ എന്താണ് എലിവേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ, ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാറില്ലേ? അപ്പൊ എന്താണ് ആ ഒരു സമയത്ത് do not use elevators. നമ്മൾ ലിഫ്റ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. റിപ്പോർട്ട് ദ അസൈൻഡ് വർക്ക് ഏരിയാസ് ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻ. എന്താണ് ആ ഒരു നമ്മുടെ കോഡ് റെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയും അവരുടെ ഇൻസ്ട്രക്ഷൻസിനെ കാത്തു നിൽക്കുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓരോന്നിനും ഓരോ ടീം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ കോഡ് റെഡ് ടീമിന് എന്താണ് അവരെ വിവരം അറിയിക്കുകയും അല്ലെ, ഇന്ന ഏരിയാസിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ പുക വരുന്നുണ്ട്, അവരെ റിപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ് പറയുന്നത് when using extinguisher to put out the fire, remember pass. എന്താണ് നമ്മ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അല്ലെ കണ്ടിട്ടുണ്ടോ? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? സിലിണ്ടറിന്റെ ചെറിയ സിലിണ്ടർ രൂപത്തിൽ നീളത്തിൽ കണ്ടിട്ടുണ്ടോ? ഫ്ലാറ്റുകളിലോ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടില്ലേ? പെട്രോൾ പമ്പില് അല്ലെ. അപ്പൊ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതില് പാസ് എന്നുള്ള കോഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. റിമെമ്പർ പാസ്. പാസ് എന്ന് പറയുന്നത് പുൾ ദ പിൻ അല്ലെ. എന്ത് ചെയ്യാ? ആ ഒരു പിന്ന് അതിന്റെ മുകളിൽ തന്നെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വയറ് പോലെ വന്നിട്ടുണ്ടാവും അല്ലെ, റെഡ് കളറിൽ ഇങ്ങനെ വന്നിട്ട് അതും എന്താണ് ഓസ് പോലെ കണ്ടിട്ടില്ലേ? അപ്പൊ ആ പിന്ന് വലിച്ചൂരുക. നെക്സ്റ്റ് എന്താണ്? എന്നുണ്ട് കേട്ടോ മക്കളെ. എ
പുൾ ദ പിൻ കഴിഞ്ഞിട്ട് A-aim the nozzle. എന്നിട്ട് ആ ഒരു ഓസിന്റെ അറ്റത്തുള്ള ആ ഒരു നോസിൽ അതിൽ കൂടിയായിരിക്കും ആ ഒരു വാതകം, ആ ഒരു ഫയർ അണയ്ക്കുന്നതിനുള്ള വാതകം പുറത്തേക്ക് വന്നത്. ആ ഒരു നോസിൽ എയിം ചെയ്യുക, ലക്ഷ്യം വെക്കുക. ചൂസ് ദ ഹാൻഡിൽ. എന്നിട്ട് അതിന്റെ ഹാൻഡിലിൽ പിടിച്ചിട്ട് നിൽക്കുക. ഇത് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അതിൽ പിടിച്ച് നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ പിടിച്ചു പറഞ്ഞ് ചുറ്റി നിന്ന് കണ്ടിട്ടില്ലേ? അപ്പൊ ചൂസ് ദ ഹാൻഡിലുമ പിടിച്ച് നിൽക്കുക. സ്വീപ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ. എന്താണ്? തീപിടുത്തം ഉണ്ടായ അല്ലെങ്കിൽ തീ വരുന്ന എല്ലാ ഭാഗത്തേക്കും നമുക്ക് അത് എത്തിക്കണ്ടേ? അപ്പൊ സ്വീപ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ. ആ തീ വരുന്ന എല്ലാ ഏരിയാസിലേക്കും ഈ ഒരു ഇത് സ്പ്രെഡ് ചെയ്യിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് ഇത്ര എടുക്കുന്നുള്ളൂ. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബോറടിക്കുന്നുണ്ടോ ഡിസാസ്റ്റർ കേട്ട്? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.